അഥവാ കല്ലുമ്മേക്കായ നമ്മുടെ ട്രിവാൻഡ്രത്ത് ചിപ്പി തന്നെ കേട്ടോ. പിന്നെ അങ്ങോട്ടൊക്കെയാണ് കല്ലുമ്മേക്കായ. അത് വാങ്ങാൻ പോകുന്ന ഒരു കഥയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഗൈസ്. നേരെ കോവളത്തേക്ക് വിട്ടു. ചിപ്പി സീസണായാൽ റോഡ് സൈഡിൽ ഫുൾ ചിപ്പി ഉണ്ടാകും. പക്ഷേ കോവളത്തിൽ ചിപ്പിയെ കൊള്ളാവൂ എന്ന് പറഞ്ഞിട്ട് നേരെ കോവളത്തിലേക്ക് പോവാട്ടോ ഏട്ടൻ. അത് അങ്ങനെ കുറച്ച് വിചിത്ര സ്വഭാവങ്ങളുള്ള ആളാണ് ഏട്ടൻ. വെള്ളയാണിയിലെ കരിമീനെ കഴിക്കത്തുള്ളൂ, വെള്ളയാണിയിൽ കുളിക്കുന്ന താറാവിൻ്റെ ഇറച്ചിയെ കഴിക്കത്തുള്ളൂ. ഇതിനെയൊക്കെ അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാല്ലേ, അല്ലാതെ ഇപ്പം എന്താ പറയാ. കോവളം പാറകൾക്കിടയിലുള്ള ചിപ്പി മാത്രമേ ഏട്ടൻ കഴിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വിചിത്ര സ്വഭാവമുള്ള ഏട്ടൻ എന്നെയും കൊണ്ട് കോവളത്തേക്ക് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എപ്പോഴോ വന്നപ്പോൾ ഈ കോവളത്ത് നിന്ന് നല്ല വലിയ ചിപ്പി കിട്ടി കേട്ടോ. അങ്ങനെ ആ ഒരു ഓർമ്മയിൽ വന്നതാണ്. പക്ഷേ ചീറ്റിപ്പോയി ഗൈസ്. അവിടെ ചിപ്പി ഉണ്ടായിരുന്നു, കുഞ്ഞൻ ചിപ്പിയായിരുന്നു. കുഞ്ഞൻ ചിപ്പി എങ്ങാനും വാങ്ങിച്ചാൽ ഞാൻ അവിടെ ഭൂകമ്പം ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് വലിയ ചിപ്പി തേടിയുള്ള യാത്രയിൽ നമ്മൾ നേരെ വന്നെത്തിയത് വിഴിഞ്ഞത്താണ്. പിന്നെ കുഞ്ഞു ചിപ്പി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും വലിയ ചിപ്പിയും കുഞ്ഞു ചിപ്പിയൊക്കെ ഉണ്ട്. എങ്കിലും നമ്മൾ ഉദ്ദേശിച്ച അത്രയും വലിയ ചിപ്പി കിട്ടില്ല, ഒരു മീഡിയം സൈസ് ചിപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ചിപ്പിയുടെ വില കേട്ട് ഞെട്ടി ഞങ്ങൾ അവിടെ ചിപ്പിയുടെ ആ ഒരു കൊതി ഉപേക്ഷിച്ചിട്ട് വന്നു കേട്ടോ. 100 ചിപ്പി 1500 രൂപയെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കവിടെ വലിയ ചിപ്പിയോട് താല്പര്യമില്ല. ഏട്ടനും ഞാനും അമ്മയൊന്നും വയ്ക്കുന്ന കൊള്ളില്ല എന്ന് പറയുകയും ചെയ്യും, സാധനം വാങ്ങുകയും ചെയ്യും. ഞങ്ങളാരും വെച്ച ഏട്ടൻ അത്രയും ആസ്വദിച്ച് കഴിക്കുന്നില്ല. പിന്നെ ഇത് സീസൺ ആകുമ്പോൾ ഒന്ന് വാങ്ങാം കഴിക്കാമെന്നൊക്കെ തോന്നി വാങ്ങുന്നതാണ്. വേദം കഴിക്കത്തില്ല. അപ്പോൾ ഈ കഴിക്കാത്ത സാധനം 1500 രൂപ കൊടുത്ത് വാങ്ങേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല. മാത്രവുമല്ല, ദൈവമേ ചിപ്പി വാങ്ങിയ എനിക്ക് എന്ത് പാടാണ് എന്നൊക്കെയുള്ള ഇതിലാണ് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നത്. ആ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തോന്നുന്നു. അങ്ങനെ ചിപ്പി വാങ്ങാതെ നേരെ നമ്മൾ പാളയം മാർക്കറ്റിൽ വന്ന് ഒരു ലോഡ് കൊഞ്ചും വാങ്ങിയിട്ട് പോയി 1.5 മണിക്കൂർ ആ കൊഞ്ചിൻ്റെ പുറകെ ഇരുന്ന് കേട്ടോ. ഇതിലും ഭേദം ചിപ്പി വാങ്ങുന്നതായിരുന്നു എന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. ചിപ്പിയും കൊഞ്ചും ഒക്കെ വാങ്ങാൻ നടന്ന ക്ഷീണം തീർക്കാനായിട്ട് തിരിച്ച് കാസിം സർബത്തിൽ വന്ന് ഒരു പാൽ സർബത്തം കുടിച്ചു കേട്ടോ. സത്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ സർബത്ത് കുടിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ഒരു ക്ഷീണം മാറ്റാനായിട്ട് കുറച്ച് കാടമുട്ടയും കഴിച്ചു. കാടമുട്ട അത്രയ്ക്ക് എനിക്കിഷ്ടമായില്ല. പക്ഷേ സർബത്ത് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ കാസിം സർബത്തിൽ നിന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കുടിക്കുക കേട്ടോ.